അന്താരാഷ്ട്ര വാർത്തകൾ പരിശോധിക്കാം. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം അധികാരം വിട്ടൊഴിയുന്നതാണ് നല്ലതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ 47 വർഷമായി ഇറാനുമായി ചർച്ചകൾ തുടരുകയാണ്. ഇതിനിടെ നിരവധി ജീവനുകൾ പൊലിഞ്ഞു. അക്കാരണത്താൽ ഇനിയും ഇസ്ലാമിക ഭരണകൂടം പ്രതീക്ഷ നൽകുന്നില്ല. ആണവധാരണയിലേക്ക് എത്തിയില്ലെങ്കിൽ മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി ഇറാൻ തീരത്തേക്ക് അയക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഭരണകൂട മാറ്റത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇറാനിലെ ജനതയാണെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. Well, it seems like that would be the best thing that could happen. For 47 years, they've been talking and talking and talking. In the meantime, we've lost a lot of lives while they talk, and legs blown off, arms blown off, faces blown off. This has been going on for a long time. So let's see what happens. In the meantime, we have tremendous power has arrived, and additional power, as you know, another carrier is going out. ഐസൺ ജോസന്റെ വിവരങ്ങൾ നൽകാൻ. ഐസൺ, ഈ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടവുമായി 47 വർഷമായി ചർച്ച നടത്തിയെന്നും ഇതിനകത്ത് നിരവധി ജീവനുകൾ പൊലിഞ്ഞുവെന്നുമൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ ഇനിയൊരു ചർച്ചയില്ല, ഇതൊരു അവസാന വാക്കാണ് എന്ന നിലയിൽ വേണ്ട അതിനെ നോക്കിക്കാണാം. തീർച്ചയായും ഗൗതം, ഇനിയൊരു ചർച്ചയില്ല എന്ന സൂചന കൃത്യമായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം അത് പറയുന്നത് 47 വർഷമായി ഇങ്ങനെ ചർച്ചകൾ തുടരുകയും നിരവധി ജീവനുകൾ പൊലിയുകയും ചെയ്യുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി ചേർത്ത് വെച്ചാണ് അദ്ദേഹം ഇസ്ലാമിക ഭരണകൂടം അവസാനിക്കേണ്ടതുണ്ട് എന്ന നിലപാട് അദ്ദേഹം അറിയിക്കുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെ മറ്റൊരു സുപ്രധാന നിലപാട് കൂടി അദ്ദേഹം പറഞ്ഞു. മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി ഈ അബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ നേതൃത്വം നൽകുന്ന കപ്പൽപ്പടയോടൊപ്പം ചേരും, അത് വൈകാതെ തന്നെ ചേരുമെന്ന് ഒരു നിലപാടും അറിയിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇതൊരു ആക്രമണത്തിൻ്റെ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. മറ്റു ചില സൂചനകളും നേരത്തെ ലഭ്യമായിരുന്നു. അതായത് അൽ ഉദൈദ് എയർപോർട്ടിൽ കൃത്യമായ വ്യോമാക്രമണ സംവിധാനങ്ങൾ B-52 ബോംബർ വിമാനങ്ങളൊക്കെ എത്തിയിരുന്നു. അതുപോലെ തന്നെ അവിടെ തന്നെ വലിയ മിസൈൽ സംവിധാനങ്ങൾ ഒരുക്കുന്ന ദൃശ്യങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ അടുത്ത ദിവസമാണ്, ഇക്കഴിഞ്ഞ ദിവസമാണ് ഇറാനിൽ ഈ ആണവ സംവിധാനങ്ങൾ വീണ്ടും സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നത്. അത്തരത്തിലുള്ളൊരു സങ്കീർണാവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ട്രംപിൻ്റെ ഈ കമൻറ്റ് എന്നുള്ളത് ഏറെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ട്രംപ് പറയുന്നത് ഈ ഇസ്ലാമിക ഭരണകൂടം അവിടെ നിന്ന് അധികാരം വിട്ടൊഴിയുന്നതാണ് നല്ലത്, അത് തന്നെയാണ് ആവശ്യവും. അതിന് അവിടെ ജനങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്, അതിനവിടെ ജനങ്ങളുണ്ട് എന്നൊരു നിലപാടാണ്. നേരത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസും ഈ ഇതേ നിലപാട് അറിയിച്ചിരുന്നു. അത് അവിടെ നിന്നുള്ള ആളുകൾ ആ അത്തരത്തിലൊരു സാഹചര്യം ഇവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ളൊരു സംവിധാനത്തിലൂടെ ഭരണകൂടത്തെ ഒഴിവാക്കണമെന്നൊരു നിലപാടാണ് മാർക്കോ റൂബിയോയും JD വാൻസും അറിയിച്ചത്. ആ JD വാൻസിൻ്റെ നിലപാടും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ആക്രമണത്തിനുള്ള നീക്കങ്ങളിലേക്ക് തന്നെ പോവുകയാണ് എന്നാണ്. അതിനുള്ള സൈനിക സജ്ജീകരണങ്ങളെല്ലാം തന്നെ കരസേനയായാലും വ്യോമസേനയായാലും അതുപോലെ തന്നെ കടലിലെ സംവിധാനങ്ങളായാലും നാവികസേനയായാലും കൃത്യമായൊരു ഡിപ്ലോയ്മെൻറ്റ് നടന്നിരിക്കുന്നു. ആണവ ചർച്ചകൾ തുടരണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തിരിക്കുന്നു. അത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ ഇറാൻ്റെ നിലപാട് ആണവായുധങ്ങൾ എൻറിച്ച് ചെയ്യുന്ന പരിപാടി തുടരുക തന്നെ ചെയ്യുമെന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധിയായ നിലപാടുകളുടെ ആ ഒരു പശ്ചാത്തലം പരിഗണിക്കുക കൂടി ചെയ്യുമ്പോഴാണ് ഒരു ആക്രമണത്തിൻ്റെ സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന നിലപാടിലേക്ക് തന്നെ നിരീക്ഷിക്കേണ്ടത്. ട്രംപിൻ്റെ വാക്കുകൾ അത്തരം സൂചനകൾ നൽകുന്നുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. നേരത്തെ തന്നെ ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പാണ് ട്രംപ് സമൂഹമാധ്യമ കുറിപ്പിലൂടെ സർക്കാർ ഓഫീസുകൾ പിടിച്ചെടുക്കുകയും അവിടെ നിന്ന് കൃത്യമായി നേരത്തെ ഇറാനിൽ നടന്ന പ്രക്ഷോഭകാരികൾക്ക് കൃത്യമായ പ്രോത്സാഹനവും പിന്തുണയും നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നിരവധിയായ നീക്കങ്ങളുടെ പശ്ചാത്തലമെല്ലാം പരിശോധിക്കുമ്പോൾ ഇറാനിൽ വീണ്ടും ഒരു ആക്രമണത്തിനുള്ള സാധ്യതയും അല്ലെങ്കിൽ അതേ രീതിയിലുള്ളൊരു ഇടപെടലിൻ്റെ സാധ്യതയും സ്വാഭാവികമായും ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഇറാനിലെ പ്രക്ഷോഭകാരികളെ, അതായത് ഈ നാണയത്തിൻ്റെ മൂല്യമിടിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്ന ശക്തമായ പ്രക്ഷോഭകാരികളെ പിന്തുണയ്ക്കുന്ന രീതിയിലായാലും ഏതെങ്കിലും തരത്തിലായാലും അത് നടക്കുമെന്നൊരു സൂചന തന്നെയാണ് ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. പക്ഷേ ആണവധാരണയിലെത്തുകയാണെങ്കിൽ ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയുകയും ചെയ്യാം. ഇറാൻ എന്തായാലും ഐസൺ എന്തായാലും വളരെ ഗൗരവമുള്ളൊരു പ്രസ്താവനയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. 47 വർഷമായി ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടമായി ചർച്ച നടക്കുകയാണ്. അതിൽ കാര്യമായ ഒരു തരത്തിലുമുള്ള പുരോഗതിയും ഉണ്ടാകുന്നില്ല. അതിനാൽ ഇനിയും ഒരു അന്തിമമായ തീരുമാനം ഇറാനിലെ ജനത എടുക്കണം. ആണവ ചർച്ചയിൽ ധാരണയാകുന്നില്ലെങ്കിൽ ഇനിയും വിമാനവാഹിനി കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് അടുക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകുന്നു. അതായത് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം അവിടെ ഭരണത്തിൽ നിന്ന് മാറി അവിടെ ജനാധിപത്യ വ്യവസ്ഥയിലില്ല, മറ്റൊരു സംവിധാനം എത്തണമെന്ന കൃത്യമായ സന്ദേശമാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. ഐസൺ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.